ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയത്തിൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ജൽജീവൻ മിഷൻ 2028 ഡിസംബർ വരെ നീട്ടുന്നതിന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. സുജലം ഭാരത് ഏകീകൃത ദേശീയ ഡിജിറ്റൽ ചട്ടക്കൂട് സ്ഥാപിക്കാനും തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. എറണാകുളത്ത് 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. രാജ്യത്തെ ഗാർഹിക ഉപഭോക്താക്കൾക്കും മറ്റ് അവശ്യ മേഖലകൾക്കും LPG ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി പൊതുമേഖലാ എണ്ണ കമ്പനികൾ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനാനന്തര പദ്ധതിയുടെ വിശദ മാർഗരേഖയ്ക്ക് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. കേരള സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കാനും തീരുമാനം. T20 പുരുഷ ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിന് 131 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് BCCI. വാർത്തകൾ വിശദമായി. സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയത്തിൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പ്രതിപക്ഷ നേതാവിനെയും മറ്റ് പ്രതിപക്ഷ അംഗങ്ങളെയും സഭയിൽ സംസാരിക്കാൻ സ്പീക്കർ അനുവദിച്ചില്ലെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് MP മുഹമ്മദ് ജാവേദ് പറഞ്ഞു. എന്നാൽ സ്പീക്കർ നിഷ്പക്ഷനാണെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. स्पीकर अगर सरकार से तालमेल करता है, मंत्री से मिलता है, ऑपोजिशन से मिलता है, वो इसका इंटरेक्शन होता है तो उसमें रोक टोक नहीं है. लेकिन जब चेयर में बैठते हैं तो उसका रोल इम्पार्शियल होना चाहिए. इसमें कोई दो मत नहीं है. इस सदन में प्रधानमंत्री हो सकते हैं, मंत्री हो सकते हैं, नेता प्रतिपक्ष हो सकते हैं, मगर इस सदन में बोलने के लिए स्पीकर का परमिशन आवश्यकता है. പ്രമേയം ചർച്ച ചെയ്യാൻ 10 മണിക്കൂർ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നിർണായക ഔഷധ ചേരുവകളുടെ ഇറക്കുമതി കുറയ്ക്കുന്നതിനും ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കിയ പദ്ധതികൾ വൻ വിജയമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. ഈ പദ്ധതികൾ വഴി ഇതുവരെ 1,12,000-ലധികം പേർക്ക് തൊഴിൽ ലഭിച്ചതായും അദ്ദേഹം രാജ്യസഭയെ അറിയിച്ചു. 2029 മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ കാര്യത്തിൽ ഇന്ത്യ പൂർണ്ണമായും സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നും ശ്രീ നഡ്ഡ വ്യക്തമാക്കി. ജൽജീവൻ മിഷൻ 2028 ഡിസംബർ വരെ നീട്ടുന്നതിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ജൽജീവൻ മിഷന്റെ പുനർനിർമ്മാണത്തിനും പദ്ധതിയുടെ പ്രവർത്തനം അടിസ്ഥാന സൗകര്യ സൃഷ്ടിയിൽ നിന്ന് സേവന വിതരണത്തിലേക്ക് പുനഃക്രമീകരിക്കുന്നതിനുമാണ് കാലാവധി നീട്ടിയതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. जल जीवन मिशन का 2.0 वर्जन अप्रूव हुआ. 1.0 वर्जन इतना महत्वाकांक्षी, इतना बड़ा प्रोजेक्ट था. इन सारे प्रोजेक्ट्स की ऑपरेशन एंड मेंटेनेंस, अब इसको सस्टेनेबल बनाने का टाइम आया. शुरू में टेक ऑफ करना, कवरेज लाना, अब है इसको सस्टेनेबल बनाना. ഉറവിടത്തിൽ നിന്ന് പൈപ്പിലേക്കുള്ള സമ്പൂർണ്ണ കുടിവെള്ള വിതരണ സംവിധാനത്തെ ഡിജിറ്റലായി മാപ്പ് ചെയ്യുന്നതിന് സുജലം ഭാരത് എന്ന ഏകീകൃത ദേശീയ ഡിജിറ്റൽ ചട്ടക്കൂട് സ്ഥാപിക്കും. തമിഴ്നാട്ടിലെ മധുര വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിക്കുന്നതിനും മന്ത്രിസഭ അംഗീകാരം നൽകി. അടിസ്ഥാന സൗകര്യങ്ങളും സാങ്കേതിക വിദ്യയും മെച്ചപ്പെടുത്താൻ 765 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഇന്ത്യൻ റെയിൽവേ അംഗീകാരം നൽകി. ഈസ്റ്റ് കോസ്റ്റ്, സൗത്ത് സെൻട്രൽ, വെസ്റ്റേൺ റെയിൽവേ സോണുകളിലാണ് പ്രധാനമായും നവീകരണം നടക്കുക. വൈദ്യുതീകരണ നവീകരണ പ്രവർത്തനങ്ങൾക്ക് പുറമെ ട്രെയിൻ കൂട്ടിയിടി ഒഴിവാക്കുന്ന കവച് സാങ്കേതിക വിദ്യയ്ക്ക് കരുത്തേകാനുള്ള പദ്ധതിക്കും റെയിൽവേ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. എറണാകുളത്ത് 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. BPCL കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയിലെ 5,500 കോടി രൂപയുടെ പോളിപ്രൊപ്പലിൻ യൂണിറ്റിന് പ്രധാനമന്ത്രി തറക്കല്ലിടും. തലപ്പാടി ചെങ്കള 6-വരിപ്പാത, വെങ്ങളം രാമനാട്ടുകര 6-വരി ബൈപ്പാസ് പാത എന്നീ 2 പ്രധാന ദേശീയപാത പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം നിർമ്മിച്ച 23 ഗ്രാമീണ റോഡുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. BJP സംഘടിപ്പിക്കുന്ന വികസിത കേരളം മോദിക്കൊപ്പം പരിപാടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ നാളെ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 3:30 വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോകും. പശ്ചിമേഷ്യയിലെ നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്ത് ആഭ്യന്തര വിതരണം, ഗതാഗതത്തിനായുള്ള CNG തുടങ്ങിയ മേഖലകൾക്ക് പ്രകൃതിവാതക ലഭ്യതയിൽ മുൻഗണന നൽകണമെന്ന് കേന്ദ്ര സർക്കാർ.
വളം പ്ലാന്റുകൾക്ക് കഴിഞ്ഞ 6 മാസത്തെ ശരാശരി ഗ്യാസ് ഉപഭോഗത്തിന്റെ 70%, തേയില വ്യവസായം, നിർമ്മാണം, മറ്റ് വ്യാവസായിക ഉപഭോക്താക്കൾ എന്നിവയ്ക്ക് 80% പ്രകൃതിവാതക ലഭ്യത ഉറപ്പാക്കണം. പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും ഒഴിവാക്കാൻ സിലിണ്ടർ ബുക്കിംഗുകൾക്കിടയിൽ 25 ദിവസത്തെ ഇടവേള ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉത്തരവിൽ പറയുന്നു. ഗാർഹിക ഉപഭോക്താക്കൾക്കും ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ അവശ്യ ഗാർഹികേതര മേഖലകൾക്കും പാചകവാതക ലഭ്യതയിൽ മുൻഗണന നൽകുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. മറ്റ് ഗാർഹികേതര മേഖലകളിൽ നിന്നുള്ള അഭ്യർത്ഥനകൾ എണ്ണ കമ്പനികളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെ കമ്മിറ്റി അവലോകനം ചെയ്യുമെന്നും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മുൻഗണന നൽകുമെന്നും IOC അറിയിച്ചു. ഭക്ഷ്യമേഖലയിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ മേളകളിലൊന്നായ ആഹാർ രാജ്യാന്തര മേളയുടെ 40ാമത് പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മേള ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ വ്യാപാര പ്രോത്സാഹന സംഘടനയും ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയവും സംയുക്തമായാണ് ഈ മാസം 14 വരെ മേള സംഘടിപ്പിക്കുന്നത്. ഇറ്റലിയാണ് മേളയുടെ ഔദ്യോഗിക പങ്കാളി രാജ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജുഡീഷ്യൽ ഓഫീസർമാർക്ക് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന സർക്കാരിനും നിർദ്ദേശം നൽകി സുപ്രീംകോടതി. അപ്പീലുകൾ കൈകാര്യം ചെയ്യാൻ മുൻ ചീഫ് ജസ്റ്റിസുമാരെയും ഹൈക്കോടതി ജഡ്ജിമാരെയും ഉൾപ്പെടുത്തി ഹൈക്കോടതിക്ക് ബെഞ്ച് രൂപീകരിക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നതും അക്രമം അഴിച്ചുവിടുന്നതും ഒരു തരത്തിലും അനുവദിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ കൊൽക്കത്തയിൽ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അക്രമരഹിതവും ഭയരഹിതവുമായ അന്തരീക്ഷത്തിൽ എല്ലാ വോട്ടർമാർക്കും സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുമെന്ന് ശ്രീ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. Democracy runs very deep in West Bengal. Consistently, the voting percentages have been very high. The total electors in West Bengal are equal to France, Australia and Uruguay. The size of West Bengal is so large. കേരളത്തിൽ ഈ വർഷം ജനുവരി 1 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് പേര് ചേർക്കാൻ അവസരം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനാനന്തര പദ്ധതിയുടെ വിശദ മാർഗരേഖയ്ക്ക് സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. സംസ്ഥാനത്തെ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും അന്വേഷിക്കുന്നതിനും എക്സൈസ് വകുപ്പിന് കീഴിൽ കേരള സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കാനും തീരുമാനിച്ചു. പെന്തക്കോസ്ത് സഭകളെ ക്രൈസ്തവ സഭാ വിഭാഗമായി അംഗീകരിക്കുവാൻ തത്വത്തിൽ തീരുമാനിച്ചു. 2026 കേന്ദ്ര ബജറ്റിനെ ആസ്പദമാക്കി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച വികസിത് ഭാരത് സ്റ്റേറ്റ് ലെവൽ യൂത്ത് പാർലമെന്റ് യുവജനതയ്ക്ക് വികസിത ഭാരതം സംബന്ധിച്ച കാഴ്ചപ്പാട് രൂപപ്പെടുത്താനുള്ള വേദിയായി. വിവിധ ജില്ലകളിൽ നിന്നായി 54ഓളം യുവാക്കളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. T20 പുരുഷ ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിന് 131 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് BCCI. 15 താരങ്ങൾക്കും പരിശീലകർക്കും മറ്റ് സ്റ്റാഫുകൾക്കുമായി തുക പങ്കുവച്ച് നൽകുമെന്ന് BCCI സെക്രട്ടറി അറിയിച്ചു. സ്റ്റാഫുകൾക്കുള്ള തുക പിന്നീട് തീരുമാനിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് സ്വിറ്റ്സർലൻഡിലെ ബാസലിൽ തുടക്കമായി. ഇന്ത്യൻ താരങ്ങളായ കിഡംബി ശ്രീകാന്തും ഉന്നതി ഹൂഡയും മാളവിക ബൻസോദും മത്സരത്തിനിറങ്ങും. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യവും മത്സരിക്കും. ഒളിമ്പിക് മെഡൽ ജേതാവ് PV സിന്ധു ഇത്തവണ ടൂർണമെന്റിൽ പങ്കെടുക്കില്ല. സശക്ത് പഞ്ചായത്ത് നേത്രി അഭിയാന്റെ കീഴിൽ പഞ്ചായത്തുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ പ്രതിനിധികളുടെ ദേശീയ സമ്മേളനം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. പഞ്ചായത്ത് രാജ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഒരു ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയത്തിൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ജൽജീവൻ മിഷൻ 2028 ഡിസംബർ വരെ നീട്ടുന്നതിന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. സുജലം ഭാരത് ഏകീകൃത ദേശീയ ഡിജിറ്റൽ ചട്ടക്കൂട് സ്ഥാപിക്കാനും തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. എറണാകുളത്ത് 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. രാജ്യത്തെ ഗാർഹിക ഉപഭോക്താക്കൾക്കും മറ്റ് അവശ്യ മേഖലകൾക്കും LPG ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി പൊതുമേഖലാ എണ്ണ കമ്പനികൾ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനാനന്തര പദ്ധതിയുടെ വിശദ മാർഗരേഖയ്ക്ക് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. കേരള സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കാനും തീരുമാനം.
T20 പുരുഷ ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിന് 131 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് BCCI. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.